ഭൈരവ മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്, നമ്മൾ ഓരോ പ്രാർത്ഥനകളും ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്. അതിനൊക്കെ ഫലം സിദ്ധിക്കണമെങ്കിൽ ഓരോ ദൈവങ്ങളോടും എന്തൊക്കെ പ്രാർത്ഥനകളാണ് കൊടുക്കേണ്ടത് എന്ന ഒരു അറിവാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. ഇപ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങളുടേതായ മനസ്സിൻ്റേതായ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം. അതായത് നമുക്ക് മനസ്സിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ മനസ്സിനൊരു സന്തോഷത്തെ പ്രദാനം ചെയ്യണമെന്ന് വളരെയധികം ദുഃഖാവസ്ഥകളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭഗവാനോട് പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദുഃഖം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷത്തെ പ്രദാനം ചെയ്ത് ഈ ദുഃഖങ്ങളിൽ നിന്നും എന്നെ കരകയറ്റണമേ എന്ന് ഉള്ള പ്രാർത്ഥനയാണ് ശിവഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. പല കാര്യങ്ങളിലും ഇറങ്ങുമ്പോൾ നമുക്കൊരു ധൈര്യക്കുറവൊക്കെ ഉണ്ടാകും. അതായത് മാനസികമായ സ്ട്രെസ്സ് അധികമായി ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷാൽ ശ്രീ മുരുകനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒപ്പം കുട്ടികൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ശ്രീ മുരുകനെ പ്രാർത്ഥിച്ച് വഴിപെട്ട് വരുന്ന വേളയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു നല്ല ഫലം 100% ഭഗവാനിൽ നിന്നും ലഭിക്കുന്നതാണ്. സാക്ഷാൽ ശ്രീ മുരുകനാണ് കുഞ്ഞുങ്ങളുടേതായ അവതാരപ്രവിക്കായിട്ടുള്ള കാരകത്വത്തായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കേണ്ട ദൈവം സാക്ഷാൽ ശ്രീ മുരുകനെയാണ്. അതിനായിട്ടുള്ള മനസ്സും സ്ട്രെങ്ത്തും ഒക്കെ നൽകാനായിട്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം സാക്ഷാൽ ശ്രീ മുരുകനെ പ്രാർത്ഥിക്കാവുന്നതാണ്. പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാവരും തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കേണ്ട ദൈവം കുബേരനാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കുബേരനെ കൂടി നല്ല രീതിക്ക് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്നതെന്തോ അത് ഭഗവാൻ അല്പമായിട്ടെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ടാവും. ഏതൊരു അവസരത്തിലാണെങ്കിലും ശരി, കുബേരനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലത്തെ ഉണ്ടാക്കിത്തരും. എല്ലാ കാലവും ഒരു ഐശ്വര്യത്തോടുകൂടി ജീവിക്കണമെന്ന ആഗ്രഹം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അത് ഒട്ടുമുക്കാലും പേർക്ക് നടക്കാറുമില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി ദേവിയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മി ദേവിക്കൊപ്പം വിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഐശ്വര്യപരമായ ഒരു ജീവിതം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. അതുപോലെ കോടതി കേസ് വഴക്കുകൾ പ്രശ്നങ്ങൾ ഒക്കെ ധാരാളം ഉള്ളവർ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണം, ഏത് ദൈവത്തെ വിളിച്ചാൽ നമുക്കൊരു നല്ല ഫലത്തെ ലഭിക്കുമെന്ന് ചിന്തിച്ച് നടക്കുന്നവർ ധാരാളം പേരുണ്ടാവും. അവർ വിശ്വസിക്കുന്ന ദൈവത്തിലായിരിക്കും പ്രാർത്ഥിക്കുക. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മാടൻ തമ്പുരാൻ അല്ലെങ്കിൽ കാലഭൈരവൻ, മഹാകാലഭൈരവനെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഏതൊരു വഴിക്ക് ഇറങ്ങിയാലും നിങ്ങൾക്ക് അവിടെ ഒരു വിജയപ്രാപ്തമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും. അതായത് എത്ര വലിയ വിഘാതങ്ങളായ പ്രശ്നങ്ങളാണെങ്കിലും ശരി, നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന രീതിയിൽ ആ ഒരു കാര്യത്തെ കൊണ്ടെത്തിച്ചു തരുന്നതിൽ ഏറ്റവും നല്ല പങ്ക് നൽകുന്നതാണ് മഹാകാലഭൈരവനും സാക്ഷാൽ ശ്രീ മാടൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ദൈവവും. ചിലയിടങ്ങളിൽ തന്നെ ഇദ്ദേഹത്തെ കറുപ്പുസ്വാമി എന്ന പേരിലൊക്കെയും അറിയപ്പെടാറുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. കോടതി കേസ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ അദ്ദേഹം സംരക്ഷിക്കുന്നതായിരിക്കും. വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിലെ തടസ്സങ്ങളൊക്കെ നീക്കി കിട്ടുവാനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. 27 നക്ഷത്രക്കാർക്കും അത്തരത്തിലൊരു പ്രാർത്ഥന വളരെയധികം നല്ല ഫലത്തെ നൽകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഭഗവാനെ പ്രാർത്ഥിച്ച് ഏതൊരു കാര്യം, വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ നല്ല രീതിക്ക് പ്രാർത്ഥനകൾ ഒക്കെ നടത്തിയാൽ 100% നിങ്ങൾക്കത് നടന്നു കിട്ടും. അത് എത്ര കാലതാമസമായിട്ട് ഉള്ള കാര്യമാണെങ്കിലും ശരി, അത് ഈശ്വരൻ നടത്തി തരുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരികമായി അത് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല. നടക്കാനൊക്കെ പറ്റും, പക്ഷേ അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ലാത്തൊരു കാര്യം ആയി മാറും. ശാരീരികമായ രീതിയിൽ അധ്വാനത്തിന് ഉപയോഗമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ തന്നെയും ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഒരു ഫലത്തെ ആയിരിക്കും നൽകുക. അതുപോലെ തൊഴിൽപരമായ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വിദേശ യാത്രകൾക്കായിട്ട് ശ്രമിക്കുന്നവരൊക്കെ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഫലത്തെ നൽകും. അതായത് പൊടുന്നനെ നമുക്ക് ലഭിക്കില്ല, ഒരല്പം താമസിച്ചാലും ഭഗവാൻ അതിൻ്റെതായ വഴി കാട്ടിത്തരികയും ശരിയായ പാതയിൽ കൊണ്ടു ചെന്നെത്തിക്കുന്ന സാഹചര്യവും സാക്ഷാൽ ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ഉണ്ട്. സത്യസന്ധമായ ഒരു ദൈവമാണ് അദ്ദേഹം. അമരത്വം ഉള്ള ദൈവമാണ്, മരണമില്ലാത്ത ദൈവമാണ് ആഞ്ജനേയൻ. നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ വരാനൊക്കെ ശ്രമിക്കുന്നു, ആയുസ്സിനത് ഗണ്ഡം വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ സാക്ഷാൽ ശ്രീ യമധർമ്മദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അദ്ദേഹം നിങ്ങളുടേതായ ആയുസ്സിനെ കൂട്ടിത്തരികയില്ല, അദ്ദേഹം നിങ്ങളുടേതായ ആയുസ്സിന്
ഭംഗമില്ലാത്ത രീതിക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. വലുതായി വരുന്നത് ചെറുതായിട്ട് മാറ്റിത്തരും. അതായത് കണ്ണോട് വന്നത് പിരിയത്തോടു കൂടി പോയി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. കൃത്യമായിട്ടും അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. അത് ഏതൊരു വിധത്തിലുള്ള ആയുസ്സ് ഖണ്ഡം ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലും അത് അപകടകരം അല്ലാത്ത രീതിയിലേക്ക് മാറ്റും. ചിലർക്ക് തൂക്ക് വിധിയൊക്കെ വിധിച്ച ശിക്ഷ നടപടികളൊക്കെ ഏറ്റിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിലും ശരി, അത് ആയുഷ്കാല ദണ്ഡനയായിട്ട് മാറ്റുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാകും. അതായത് മരണദണ്ഡനയിൽ നിന്ന് മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യം സാക്ഷാൽ ശ്രീ യമധർമ്മദേവൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. ആപത്ത് ഘട്ടത്തിൽ അദ്ദേഹം കൈതരുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തെ ആരും എടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ശിവനെ മാത്രമായിരിക്കും ആ ഒരു സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒപ്പം ഈ ദൈവത്തെ യമധർമ്മദൈവത്തെ കൂടി പ്രാർത്ഥിക്കുന്നത് ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് ഉണ്ടാക്കുക. അതുപോലെ വലിയ വലിയ കഷ്ടതകളൊക്കെ നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന വേളയിൽ നമുക്കൊരു ആപത്ത് വന്ന് പിണയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാക്ഷാൽ മഹാകാലഭൈരവനെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഇടത്ത് നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ വരുന്നു എന്ന് ചിന്തിക്കുന്ന വേളയിൽ മഹാകാലഭൈരവനെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കും. കുടുംബ അന്തരീക്ഷത്തിലും ഐക്യത ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് ഈ മഹാകാലഭൈരവനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അഷ്ടഭൈരവ മൂർത്തിയാണ്. അപ്പോൾ ഈ അഷ്ടഭൈരവ മൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരം എന്ന് തന്നെയാണ് 100% പറയേണ്ടത്. പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെതായ ഫലം ശരിയായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഒപ്പം തന്നെ നിങ്ങളുടേതായ പാരമ്പര്യമായ ദൈവങ്ങളെ കൂടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യം. പരമ്പരാഗതമായ പ്രാർത്ഥനകളും കൗളാചാരവും താന്ത്രികാചാരങ്ങളൊക്കെ ഇരിക്കുന്നവർ ഈ കാലത്ത് ധാരാളമുണ്ട്. എന്നാൽ കൗളമായ രീതിയിൽ ആചാരങ്ങളൊക്കെ വിട്ടുപോയ ആൾക്കാർ ധാരാളം ഉണ്ട്. അവർക്കൊക്കെ തന്നെ പൂർവികമായ അവരുടേതായ ചിന്തകളെ മനസ്സിൽ കൊണ്ടുവന്ന് ആ പൂർവികരുടേതായ ചിന്തകളെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഏതൊരു ഈശ്വരനെ വിളിച്ചാലും അവിടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. പൊതുവായിട്ട് നമുക്ക് നല്ല കാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈശ്വരൻ ഒരിക്കലും നമ്മൾക്കൊപ്പം ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. എല്ലാവരും വിചാരിക്കും അവനെ ദൈവം നല്ല രീതിയിൽ അനുഗ്രഹിക്കുന്നുവെന്ന്. തീർച്ചയായിട്ടുമല്ല. ആ ഒരു സമയം നല്ല സമയമാണ്. ഞാൻ നിന്റെ അരികിൽ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് നിന്റെ ആശകളൊക്കെ തീർക്കുന്ന വിധത്തിൽ നീ ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഈശ്വരൻ അവരെ കൈവിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവനവൻ്റെതായ ചിന്താഗതികൾക്കനുസരിച്ച് അവനവൻ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എവിടെ എപ്പോൾ നമുക്കൊരു പിഴവ് കഷ്ടകാലം വന്നു തുടങ്ങുന്നു എന്ന് ചിന്തിക്കുന്നുവോ ആ ഒരു നിമിഷത്തിൽ ദൈവം, പാരമ്പര്യമായ ദൈവം നമ്മളെ തേടി വരുന്നു. അദ്ദേഹം അലയുന്നു, കഷ്ടപ്പെടുന്നു. അവർക്ക് സ്ഥാനമില്ല, ഇരിപ്പിടമില്ല എന്നൊരു ചിന്താഗതി പ്രാപ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലനിൽപ്പുകളൊക്കെ നശിച്ച് നമ്മൾക്ക് ഒരു ഇരിപ്പിടമോ സ്ഥാനമോ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് നമ്മളെ കൺവെർട്ട് ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ ഉടനെ ചിന്തിക്കുക, നമ്മുടെ പരദേവതകൾ നമ്മളെ തേടി അരികിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ദേവതയുടേതായ സാന്നിധ്യമാണ് നമ്മൾക്ക് ഇത്തരം കഷ്ടതകളെ കൊണ്ട് തന്നത്. ഒപ്പം നമ്മൾ ആ ദേവതയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കുടുംബത്തിനുള്ളിൽ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടേതായ പാരമ്പര്യമായ ദേവതകൾക്ക് പ്രാർത്ഥനകളൊന്നും നടക്കുന്നില്ല എന്ന്. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രക്കാരൊക്കെ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആലോചിച്ചുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തിലെ പരദേവതകൾ നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ കുടുംബം വിട്ടുപോയി ആ നക്ഷത്രത്തിലൂടെ നിങ്ങളെ കുടുംബത്തെ അറിയിച്ചിട്ടും അവർക്ക് യാതൊരുവിധ വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആൾക്കാരുടേതായ കാര്യം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾക്ക് ശേഷം ഒരു നന്മകളൊക്കെയും വന്നു ചേരുന്നത്. ഇപ്പോൾ പാരമ്പര്യമായ ദേവതകൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവരെ ക്ഷേത്രം കെട്ടി ആരാധിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ മനസ്സിനുള്ളിൽ വീട്ടിൽ കത്തിക്കുന്ന ദീപത്തിൽ അവരുടേതായ ചിന്തകളെ അവരെ നമ്മൾ ആ സാന്നിധ്യത്തിലേക്ക് ആ ദീപത്തിലേക്ക് കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് ശരിയായ പ്രതിവിധി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ നാളുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.